മക്കളെ, ഇത് പുൽക്കുട്ടിലേക്കുള്ള തീർത്ഥയാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥനയിൽ സംബന്ധിക്കുക, അതിന് വില കൊടുക്കുക, അതിന് ത്യാഗം കൊടുക്കുക. അവിടെ ഹൃദയമാകുന്ന പുൽക്കുട്ടിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഇന്ന് നമുക്ക് വേണ്ടി തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? രക്ഷകൻ, രക്ഷിക്കുന്നവൻ. എന്തിൽ നിന്നൊക്കെ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ആ രക്ഷകനായ യേശു എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ഒരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ രക്ഷിക്കാൻ വരുന്നവൻ എത്രയോ വിനീതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനിച്ചിരിക്കുന്നതല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആനുകൂല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയോ വലിപ്പമാണ് കാണിക്കാറുള്ളത്. എന്നാൽ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണി ഈശോ നമുക്ക് തരുന്ന വലിയ അനുഗ്രഹമാണ് എളിമ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു സുഹൃദയപം ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ ലാളിത്യം എന്ന പുണ്യം പഠിപ്പിച്ചു തരണമേ. ഉണ്ണി ഈശോയെ, ലാളിത്യം എന്ന പുണ്യം എന്നെ പഠിപ്പിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ദൈവം അത് പ്രവർത്തിച്ച് നമുക്കത് തരും. എന്താണ് ഒരു പുണ്യപ്രവൃത്തി ചെയ്യാനായിട്ടുള്ളത്? ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം, ഏറ്റവും ചെറുതായിരിക്കുന്ന ഭവനം, ഏറ്റവും ചെറുതായിരിക്കുന്ന വാഹനം, ഇതിലൊക്കെ സഞ്ചരിക്കുന്നതല്ലേ ഈ പുണ്യം അഭ്യസിക്കാനായിട്ടുള്ള മാർഗം. വചനം പറയുകയാണ്, നീ എത്ര ഉന്നതനായിരിക്കുന്നുവോ അത്രയും നീ വിനീതനായിരിക്കുക. ദൈവം അടുത്തു വരുമ്പോഴാണ് നമുക്ക് വിധേയപ്പെടാനും മറ്റുള്ളവരെ അനുസരിക്കാനും നമുക്ക് സാധിക്കുന്നത്. പുൽക്കൂടകം കണ്ടിടുവാൻ ആരാധ്യനാഥനെ കൃപ ചെയ്യണേ. ശൂന്യത എന്തെന്ന് ജീവിതം കൊണ്ടു നീ മാതൃകയാക്കി കാട്ടിത്തന്നു. അമ്മയമേരിയെ നിർമ്മല യോസേപ്പേ, ഈശോയ്ക്കായി ജീവിക്കാൻ പഠിപ്പിക്കണേ എന്നെ, ഈശോയ്ക്കായി ജീവിക്കാൻ പഠിപ്പിക്കണേ. കർത്താവായ ഈശോയെ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് എളിമ എന്ന പുണ്യം അഭ്യസിക്കുവാൻ നീ അനുഗ്രഹം തരണമേ. നിന്റെ പ്രത്യേകമായ ലാളിത്യം എന്ന പുണ്യം ഞങ്ങൾ ഓരോരുത്തരും അഭ്യസിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഇത് കാണുന്നവരോടും ഷെയർ ചെയ്യുന്നവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.